ഇനി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ സെക്ഷനിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. 2 പാരലൽ റെയിൽ ട്രാക്സ് റൺ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ 2 റെയിൽ ട്രാക്സ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരച്ചേക്കാം. സി ദിസ് ഈസ് നോർത്ത് ആൻഡ് ദിസ് ഈസ് സൗത്ത്. 2 റെയിൽവേ ലൈൻ ഉണ്ടല്ലേ, ഫസ്റ്റ് വൺ, സെക്കൻഡ്. ഓക്കെ, 2 rails are there. Train A moves north. Train A നോർത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ട്രെയിൻ എ. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രെയിൻ എ. അത് എങ്ങോട്ടാണ് പോകുന്നത്? നോർത്തിലോട്ട് പോകും. വിത്ത് എ സ്പീഡ് 54 km/h. സോ വെലോസിറ്റി ഓഫ് ട്രെയിൻ എ ഗിവൺ എത്രയാ? 54 km/h. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. പറഞ്ഞോളൂ, എന്ത് ചെയ്യും? 54 × 5/18 മീറ്റർ പെർ സെക്കൻഡ്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 15 എന്ന് വരും. സോ 15 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എനിക്ക് ആൻസർ കിട്ടിയത്. ഇതാണ് വെലോസിറ്റി ഓഫ് എ. ഇനി എന്താ വേണ്ടത്? ട്രെയിൻ ബി മൂവ്സ് സൗത്ത് വിത്ത് എ സ്പീഡ് ഓഫ് 90 km/h. ട്രെയിൻ ബി ഇതാണ് ട്രെയിൻ ബി. ഓക്കെ, സോ ട്രെയിൻ ബി മൂവ്സ് സൗത്ത്. സൗത്തിലേക്ക് മൂവ് ചെയ്യുന്നു വിത്ത് എ സ്പീഡ് 90 km/h. സോ വെലോസിറ്റി ഓഫ് ട്രെയിൻ ബി 90 ആണ്, 90 km/h. ഓക്കെ, ഇത്രയും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഞാനിതിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനെ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കണം. അപ്പോൾ വെലോസിറ്റി, ഇപ്പൊ ഈ ട്രെയിൻ മേലിലോട്ടല്ലേ പോകുന്നത്, അപ്പൊ പോസിറ്റീവ് ഒന്ന് എടുക്കാം. അപ്പൊ ഈ വെലോസിറ്റി പോസിറ്റീവ് ഒന്ന് എടുത്തു. അപ്പൊ ഇതെല്ലാം പോസിറ്റീവ് ആണ്. ഇനി ഇത് ഇങ്ങോട്ടല്ലേ പോയെ, അപ്പൊ ഇതിനെ നെഗറ്റീവ് എന്ന് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്, ഏതിനെ വേണമെങ്കിലും ഒന്നിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ഒന്നിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നെഗറ്റീവ് 90 എന്ന് എഴുതി. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റൂ. -90 × 5/18. അപ്പൊ ആൻസർ എത്ര വരും? -25 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. സോ ദിസ് ഈസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ ബി. ബുദ്ധിമുട്ടില്ല. സോ വെലോസിറ്റി ഓഫ് ട്രെയിൻ എയും വെലോസിറ്റി ഓഫ് ട്രെയിൻ ബിയും അറിയാം. Then see once again, how many rails are there? 2 parallel rails are there along north-south direction. Train A is moving towards north at a speed of 54 km/h. So see, I am considering this direction as positive direction. So the velocity is positive. Okay, then you convert that to meter per second. Kilometer/hour ne meter per second ആക്കി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 5/18 മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ കിട്ടി. ഇനി അടുത്ത എന്താണ്? വെലോസിറ്റി ഓഫ് ട്രെയിൻ ബി എന്തായിട്ട് കൊടുക്കുക? ഞാൻ നെഗറ്റീവ് ആയിട്ട് കൊടുത്തു, കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, നെഗറ്റീവ് ആയിട്ട് കൊടുത്തു. ദെൻ യു കൺവേർട്ട് ദാറ്റ് ഓൾസോ ഇൻടു മീറ്റർ പെർ സെക്കൻഡ്. ദെൻ വാട്ട് ഈസ് എ ഫസ്റ്റ് പാർട്ട്? അതിന്റെ എ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് എ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്താണ്? നിങ്ങൾ തന്നെ ആൻസർ പറയൂ. സോ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എങ്ങനെ കണ്ടുപിടിക്കും? വി ബി മൈനസ് വി എ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു, പറയൂ, വാട്ട് ഈസ് വി ബി? -25 മൈനസ് വാട്ട് ഈസ് വി എ? 15. സോ വാട്ട് ഈസ് യുവർ ആൻസർ? -25 ആൻഡ് -15, -40 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എയുടെ ആൻസർ എന്താണ്? -40 മീറ്റർ പെർ സെക്കൻഡ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ്. എന്താണ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ തന്നെ പറയൂ. വി ബി എ എന്ന് പറഞ്ഞാൽ വി ബി മൈനസ് വി എ. അതുപോലെ വി ജി ബി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? വി ജി ബി ഈക്വൽ ടു വി ജി മൈനസ് വി ബി അല്ലേ? അപ്പൊ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് വി ജി? ഗ്രൗണ്ടിന്റെ വെലോസിറ്റി എത്ര? ഗ്രൗണ്ട് റെസ്റ്റിലല്ലേ? 0 മൈനസ് വി ബിയുടെ ആൻസർ -25. സോ വാട്ട് ഈസ് ആൻസർ? 25 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ബുദ്ധിമുട്ടുണ്ടോ? സോ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബിയുടെ ആൻസർ 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അതിന്റെ സി പാർട്ട് വായിക്കൂ. എന്താണ്? വെലോസിറ്റി ഓഫ് എ മങ്കി റണ്ണിംഗ് ഓൺ ദ റൂഫ് ഓഫ് ട്രെയിൻ എ എഗൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. ഒരു മങ്കി ട്രെയിൻ എയുടെ മണ്ടേ കൂടെ ഓടുകയാണ്. ഇതാണ് ട്രെയിൻ എ. ഓക്കെ, ട്രെയിൻ എയുടെ മണ്ടേ കൂടെ ഒരു മങ്കി ഓടുന്നു. ഓക്കെ, എഗൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. അപ്പൊ മങ്കി ഓടുന്നത് എങ്ങോട്ടാണ്? സൗത്തിലോട്ടാണ്. അപ്പോൾ അതിന്റെ വെലോസിറ്റിക്ക് എന്ത് സൈൻ കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. വിത്ത് എ വെലോസിറ്റി 18 km/h. ഓക്കെ,
അപ്പൊ വെലോസിറ്റി, അപ്പൊ എന്താണ് തന്നിരിക്കുന്നത്? തേർഡ് പാർട്ട് ചെയ്യാണ്. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ഗിവൺ. വാട്ട് ഈസ് ഇറ്റ്? 18 km/h അല്ലേ? ഈ മങ്കി ഓടുന്നത് ട്രെയിൻ എയുടെ മണ്ടേ കൂടെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ മങ്കി ഓടുന്നത് സൗത്തിലോട്ടാണ്. അപ്പൊ അതിന് എന്ത് സൈൻ ഞാൻ ഇടും? നെഗറ്റീവ്. ഓക്കെ, അടുത്തെന്താണ്? വി എം എ എന്ന് പറഞ്ഞാൽ എന്താണ്? വി എ ബി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി. അപ്പൊ വി എം എ എന്ന് പറഞ്ഞാൽ എന്താണ്? വി എം മൈനസ് വി എ ഈക്വൽ ടു -18 അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കൂ, ഇൻറ്റു 5/18, അത്രയും മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വി എം മൈനസ് വി എ ഈക്വൽ ടു എത്ര വരും? -5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇതുവരെ പ്രയാസമൊന്നുമില്ലോ. ദെൻ സി ക്വസ്റ്റ്യൻ ഇതാണ്. സി what is the velocity of monkey as observed by a man standing on ground? ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളിന് മങ്കി എത്ര സ്പീഡിൽ ഓടുന്നതായിട്ട് തോന്നും? വെലോസിറ്റി ഓഫ് മങ്കി ആസ് സീൻ ബൈ എ മാൻ ഓൺ ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് മങ്കി ആസ് സീൻ ബൈ എ മാൻ ഓൺ ഗ്രൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ തന്നെ പറയൂ. ഇപ്പൊ വി എം ജി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് വി എം മൈനസ് വി ജി എന്നാണ്. അപ്പോ ഇസ് ഈക്വൽ ടു വി എം മൈനസ് വി ജി എത്ര? 0 എന്നാണ്. അപ്പൊ ഇതിനകത്ത് വി എം ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വി എം കണ്ടുപിടിക്കണം. പറയൂ. വി എം മൈനസ് വി എയുടെ ആൻസർ എന്താണ്? വാട്ട് ഈസ് വി എ? എവിടെയെങ്കിലും ഉണ്ടോ നോക്കൂ. 15 ഈസ് ഈക്വൽ ടു -5. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി എം ഈക്വൽ ടു -5 പ്ലസ് 15. അപ്പൊ വി എം ഈക്വൽ ടു 10 എന്ന് കിട്ടി. 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വി എമ്മിന്റെ ആൻസർ കിട്ടിയേ. ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് വി എം? 10 മൈനസ് 0. സോ വാട്ട് ഈസ് യുവർ ആൻസർ? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എല്ലാത്തിന്റെ ആൻസറും കണ്ടുപിടിച്ചു. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ ഇതിന്റെ ഫിസിക്കൽ മീനിങ് കൂടെ ഞാൻ ഓരോന്നിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. സോ വൺസ് അഗൈൻ ലിസൺ ഹിയർ. പ്രോബ്ലംസ് എല്ലാം ശ്രദ്ധിച്ചിരിക്കണം. പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫിസിക്സിനകത്ത്. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പ്രോബ്ലം തിയറി മാത്രം കേട്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എക്സാമിന് ചോദിക്കുന്നത് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. സോ ലിസൺ ഹിയർ. See 2 railway lines. This is a train A moving towards north, train B moving towards south. See, velocity towards north is considered positive, south is considered negative. So velocity of train A is given. So it is towards north. So I consider it as positive. Then I am converting that to meter per second. ബുദ്ധിമുട്ടൊന്നുമില്ല. So this is a velocity of train A. ഇനി അടുത്ത എന്താണ്? Train B is moving towards south. So its velocity is given negative sign. You convert that to meter per second. So this is velocity of B. Then what is the first question? What is velocity of B with respect to A? Meaning velocity of B as seen from A. What is it? So VBA means VB minus VA. So put the values. So yeah, you are getting -40. So velocity of B as seen from A is 40 meter per second towards south. Negative എന്തിനാണ് കാണിക്കുന്നത്? സൗത്തിനെ. So velocity of B as seen from A. എയിലിരിക്കുന്ന ആളിന് തോന്നുന്നു B 40 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സൗത്തിലേക്ക് പോകുന്നതായിട്ട്. ഓക്കെ, എന്താണ്? എയിലിരിക്കുന്ന ആളിന് തോന്നുന്നു എന്താണ്? ബി എത്ര സ്പീഡിൽ? 40 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സൗത്തിലേക്ക് പോകുന്നതായിട്ട്. ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി അടുത്ത് രണ്ടാമത്തെ പാർട്ട് വായിക്കൂ. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് what is the velocity of ground with respect to B? What is the velocity of ground with respect to B? Velocity of ground as seen from B എന്നാണ് മീനിങ്. Velocity of ground as seen from B. അപ്പൊ നോക്കൂ, ഇപ്പൊ VGB is equal to VG minus VB. Put the values. You will get 25. അപ്പോ നിങ്ങൾ നോക്കൂ എന്താണ്? ഗ്രൗണ്ട്, വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് as seen from B. ബിയിലിരിക്കുന്ന ആളിന് ഗ്രൗണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ എങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നും? സൈൻ നോക്ക്, പോസിറ്റീവ് ആണ്. നോർത്തിലേക്ക് പോകുന്നതായിട്ട് തോന്നും. അതാണ് എൻ്റെ ഫിസിക്കൽ മീനിങ്. അപ്പൊ എന്താണ്? ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ ഒരു വണ്ടിയിലിരിക്കുമ്പോൾ വണ്ടി പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഗ്രൗണ്ട് മൂവ് ചെയ്യുന്ന നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതുപോലെ ഈ ട്രെയിൻ ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്? സൗത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഗ്രൗണ്ട് എങ്ങോട്ട് പോകുന്നതായിട്ട് അതിനകത്തിരിക്കുന്ന ആളിന് തോന്നണം? നോർത്തിൽ. കറക്റ്റ് അല്ലേ ഞാൻ എഴുതിയത്? ഗ്രൗണ്ട്, വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി എന്താണ്? നോർത്തിലേക്കാണ് ഫീൽ ചെയ്യുന്നത്. എത്ര? 25. അപ്പൊ ഈ ട്രെയിൻ ബിയിൽ ഇരിക്കുന്ന ആളിന് തോന്നും
ഗ്രൗണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ നോർത്തിലേക്ക് പോകുന്നതായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ ഫിസിക്കൽ മീനിങ്. അടുത്തെന്താണ്? എ മങ്കി ഈസ് റണ്ണിംഗ് ഓൺ ദ റൂഫ് ഓഫ് ട്രെയിൻ എ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ടുവേഴ്സ് സൗത്ത്. അപ്പൊ അതിന് എന്ത് സൈൻ കൊടുക്കണമെന്ന്? മീനിങ് നെഗറ്റീവ്. അപ്പൊ സോ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ. സോ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ആണ് തന്നിരിക്കുന്നത്. യു കൺവേർട്ട് ദാറ്റ് ടു മീറ്റർ പെർ സെക്കൻഡ്. അതിനകത്ത് ബുദ്ധിമുട്ടില്ല. വി എം എ മീൻസ് വി എം മൈനസ് വി എ. ഓക്കെ, ദെൻ സോ വി എം മൈനസ് വാട്ട് ഈസ് വി എ? 15 ഈക്വൽ ടു -5. സോ വി എമ്മിന്റെ ആൻസർ 10 എന്ന് കിട്ടി. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത എന്താണ്? വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് എ വെലോസിറ്റി ഓഫ് മങ്കി as seen by a person on ground? Velocity of monkey as seen by a person on ground. So what is answer? Vmg equal to Vm minus Vg. What is Vm? 10 minus Vg 0. So we are getting the answer as 10. അപ്പോൾ എന്താണ്? ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളിന് തോന്നും മങ്കി എത്ര സ്പീഡിൽ പോകുന്നതായിട്ട്? 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ എങ്ങോട്ട് പോകുന്നതായിട്ട്? നോർത്തിലോട്ട് പോകുന്നതായിട്ട് തോന്നും. മങ്കി എങ്ങോട്ടാ ഓടിയത്? സൗത്തിലോട്ട്. പക്ഷേ ഗ്രൗണ്ടിലിരിക്കുന്ന ആളിന് എന്തെന്ന് തോന്നും? മങ്കി പോകുന്നത് എങ്ങോട്ടാണെന്ന്? നോർത്തിലേക്ക്. എത്ര സ്പീഡിൽ പോകുന്നതായിട്ട്? 10. അപ്പൊ നമ്മൾ റിയലി നമ്മുടെ ഈ പ്രോബ്ലത്തിൽ മങ്കി എങ്ങോട്ടാ ഓടിയത്? സൗത്തിലോട്ട്. പക്ഷെ ഗ്രൗണ്ടിലിരിക്കുന്ന ആളിന് എന്തേ തോന്നും? നോർത്തിലേക്ക് പോകുന്നതായിട്ട് തോന്നും. എത്ര സ്പീഡിൽ? 10. അപ്പൊ നമ്മുടെ കണ്ണിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാം റിലേറ്റീവ് വെലോസിറ്റികളാണ്. നമുക്ക് കണ്ണിൽ കാണുന്ന വെലോസിറ്റി ആയിരിക്കണമെന്നില്ല ആ ഒബ്ജക്റ്റിന്റെ ഒറിജിനൽ വെലോസിറ്റി. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ തന്നെ മങ്കി ഓടുന്നത് എത്ര സ്പീഡിലാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സൗത്തിലോട്ടാണ് ഓടിയത്. പക്ഷേ ഗ്രൗണ്ടിലിരിക്കുന്ന ആളിന് തോന്നിയത് മങ്കി ഓടുന്നത് 10 മീറ്റർ പെർ സെക്കൻഡിൽ നോർത്തിലേക്ക് ഓടുന്നതായിട്ട് ഫീൽ ചെയ്യും. മനസ്സിലായി? അപ്പൊ കണ്ണി കാണുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാമോ അഭിരാമേ? വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും പോരെ? അപ്പൊ ഇത് മൊത്തത്തിൽ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിച്ച് ക്ലീൻ ആയിട്ട് വേണം വന്നിരിക്കാൻ. നിങ്ങൾ തിയറി നന്നായിട്ട് മണ്ടയിൽ കയറ്റുക, എന്നാലേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പിന്നെ പ്രോബ്ലംസ് അലർജി ആയിട്ടുള്ള ആളുകൾ സ്ട്രീം മാറുന്നതായിരിക്കും ഭേദം. കാരണം നമ്മളെ കൊണ്ട് പറ്റാതെ വരും. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്തു വരണം. ഇനി മാത്സ് ടീച്ചർ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോബ്ലം ഫിസിക്സിനകത്തുണ്ട്. അപ്പൊ അത് ആ റിയാലിറ്റി മനസ്സിലാക്കുക. അപ്പൊ അല്ലാതെ ഈ നിങ്ങൾ വിചാരിക്കരുത് ഈ താടിക്കാരൻ്റെ ഭ്രാന്താണോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം ഇത് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്തല്ലേ പറ്റൂ. ചെയ്താലേ നിങ്ങൾക്ക് എൻട്രൻസ് എല്ലാം കിട്ടി രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് വരണം. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.